പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആമേൻ, ഹല്ലേലൂയ. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട്, ആമേൻ, ഹല്ലേലൂയ, അവനെ കുറ്റം ചുമത്തേണ്ടതിന്. ഈ കാലഘട്ടത്തിലും അങ്ങനെയല്ലേ സഹോദരങ്ങളെ? നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ, ആമേൻ, നമ്മളെ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളെ വരച്ചു കാട്ടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളെ വിളിച്ചു പറയുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എത്രയോ പേരാണ് നമ്മളെ വീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ മതി നമ്മളെ തകർത്ത് കളയുവാൻ, മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു പരത്തി, ആമേൻ, നമ്മുടെ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നമ്മളെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുവാൻ എത്രയോ പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരെ എഴുന്നേൽക്കുന്നുണ്ടെന്ന് എത്ര പേര് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നോക്കണം, ആമേൻ, സർവശക്തനായ അഖിലാണ്ടത്തെ ഉണ്ടാക്കി ഒറ്റ സെക്കൻഡ് കൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ തമ്പുരാനെ, ആമേൻ, വീക്ഷിക്കുകയാണ്. ശബത്തിൽ അവനെ ആക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകളെ വീക്ഷിക്കുന്ന അനേക പേരുണ്ട്. നമ്മുടെ നോട്ടങ്ങളെ വീക്ഷിക്കുന്ന അനേക പേരുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, നീതിമാൻ ഒരുവൻ പോലുമില്ല. നമ്മൾ മനുഷ്യരാ, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാ. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പിശാചി എത്ര പദ്ധതിയിട്ടാലും, ആമേൻ, അവർ എത്ര, ആമേൻ, നമ്മളെ വീക്ഷിച്ചാലും, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നതിനാൽ ആർക്കും നമ്മളെ തകർക്കുവാനോ, ആർക്കും നമ്മളെ ഉടച്ചു കളയുവാനോ, ആർക്കും നമ്മുടെ ശുശ്രൂഷ ഇല്ലാതാക്കാനോ, മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുവാനോ ഒരു വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഒന്ന് പറഞ്ഞ് പരത്തിയേക്കാം, ഒരു പക്ഷേ ഒന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന്, ഹല്ലേലൂയ, കുറ്റം വിധിച്ചേക്കാം, ഒരു പക്ഷേ 10 പേരെടുത്ത് പറഞ്ഞ് നമ്മളെ, ഹല്ലേലൂയ, നമ്മളെ ഇല്ലായ്മ ചെയ്തേക്കാം. എങ്കിലും ഹല്ലേലൂയ, സർവശക്തനായ ദൈവം നമ്മളെ കണ്ടതുകൊണ്ട്, ആമേൻ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ കണ്ടതുകൊണ്ട്, ഓ, ഹല്ലേലൂയ, എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഹല്ലേലൂയ. നമ്മളെ തൊടുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. വല്ലവരും പറയുന്ന കേട്ട് നമ്മളെ ശുശ്രൂഷ മുടങ്ങിപ്പോകരുത്. വല്ലവരും പറയുന്ന കേട്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. വല്ലവരും പറയുന്ന കേട്ട് നമ്മളെ ജീവിതത്തെ നമ്മൾ തന്നെ നിരാശയിലേക്ക് കൊണ്ടിടരുത്. ആമേൻ. ദൈവം വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയാൽ, ഇനി എത്ര പേർ, എത്ര ആൾക്കാർ, എത്ര ജനം എഴുന്നേറ്റ് വന്നാലും, ആമേൻ, ദൈവം കണ്ടവനെ, ഹല്ലേലൂയ, ദൈവം കണ്ടവനെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വളരെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ശബത്തിൽ അവൻ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ്റെ പ്രവൃത്തി എന്താ? ആമേൻ. പലയിടങ്ങളിലും നമ്മളെ വീക്ഷിക്കാറുണ്ട്. നമ്മൾ ചില ചർച്ചിലൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എന്താണ് ഇവർ ചെയ്യുന്നത്? എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഹല്ലേലൂയ. പൗലോസിനെയൊക്കെ അങ്ങനെയല്ലേ? പൗലോസൊക്കെ ആദ്യ കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ, സഭകളിലൊക്കെ ചെന്നപ്പോൾ പൗലോസിനെയൊക്കെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ വിളിക്കുന്നവനെ, ദൈവവുമായി ആഴമേറിയ ബന്ധമുള്ളവനെ തകർക്കുവാൻ ഇവിടെ പറ്റത്തില്ല. ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമ്പുരാനെ വീക്ഷിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ്റെ 3-ാം വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ഓ, ഇനി എത്ര ചട്ടം കിട്ടിയാലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് എത്ര തകർക്കാൻ നോക്കിയാലും ദൈവം എഴുന്നേൽപ്പിക്കും, നടുവിൽ നിർത്തും, മേശ ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഉടയ്ക്കുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല.
നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ വിടുതലുകളെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ മറക്കുകൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ പോലും അറിയാത്ത മണ്ഡലങ്ങളുടെ മേൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഇവിടെ നോക്കണം, അതിൻ്റെ 3-ാം വാക്യം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വളരെ വ്യക്തമായി ഞാൻ പറയും, എന്നെ കേൾക്കും ദൈവത്തിൻ്റെ മക്കളെ, വല്ലവരും പറയുന്ന കേട്ട് നിങ്ങൾ തകർന്നു പോകരുത്. വല്ലവരും നിങ്ങളെ കുറ്റം വിധിക്കുന്ന കേട്ട് നിങ്ങൾ വീണു പോകരുത്. ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ പറഞ്ഞ ദൂതിനെ ഏറ്റെടുത്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഉയർത്തുവാൻ പോവുകയാണ്. നിങ്ങളെ ആമേൻ, ഹല്ലേലൂയ, എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോവുകയാണ്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക, ദൂത് ഏറ്റെടുക്കുക, അത്ഭുതങ്ങളെ കാണുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.